ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നിങ്ങളെല്ലാവരും നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം, നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ഒന്നും കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് കാണുന്നതിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് നിങ്ങളെ സഹായിക്കും. ഞങ്ങളിപ്പോൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൽ ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ അതിഥി വരാനുണ്ട്. ഒരു കുഞ്ഞതിഥിയും ഒരു വലിയ അതിഥിയും. അത് ആരാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? കാത്തിരുന്ന് കാണാം നമുക്ക്. എന്തായാലും അവർ ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അവരെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പം അമ്മുവാണ് വണ്ടി ഓടിക്കുന്നത്. അമ്മ വണ്ടി ഓടിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അമ്മനെന്തൊരാഗ്രഹം എയർപോർട്ടിലേക്ക് വണ്ടി ഓടിക്കണമല്ലോ. ഖത്തറിലെ പല ഏരിയകളിലേക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞാനും ഇസുവും ഞങ്ങൾ വണ്ടിയിലിരുന്ന് ചില്ല് ചെയ്യുകയാണ്. ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് മെയിൻ റോഡിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ജോമോനെ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവരവിടെ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. എന്നിരുന്നാലും ജോമോനെ നമുക്കൊന്നും കൂടെ വിളിച്ചിരുന്ന് നോക്കാം എന്തായി അവസ്ഥ എന്നറിയാലോ. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അവരിറങ്ങിപ്പോരോ ഇല്ലയോ എന്നറിയണ്ടേ, കാണാൻ പറ്റുമോ എന്ന്. ജോമോൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എടുക്കൂലേ, എന്താണാവോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. ജോമോനെ എന്തായി? ക്യൂ ആണോ? അപ്പൊ അത്യാവശ്യം ടൈം എടുക്കൂലേ പുറത്തിറങ്ങാൻ? ഓക്കെ ഓക്കെ, ശരി ശരി. നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കുന്നേ. ഞാൻ പിക്ക് ചെയ്യാൻ വരിക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഹെൽപ്പ് വേണേ വിളിക്കട്ടോ. ആഹാ, ഓക്കെ. എന്നോട് പറഞ്ഞു. ഓക്കേടാ, സോറി സാർ. എന്നാ വേണേ ഞാൻ വരാം. അപ്പൊ വരണോ? ശരിടാ ശരി. ജോമോന്റെ സൗണ്ട് കേട്ടില്ലേ നിങ്ങൾ? അവന് വിഷമമായിട്ടുണ്ട്. സാധാരണ ഞങ്ങളങ്ങനെ ആരെങ്കിലും ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴോ വരുന്നതോ ആരെയും ഒറ്റയ്ക്ക് വിടാറില്ല. ഞങ്ങളൊന്നെങ്കിൽ എയർപോർട്ടിൽ കൊണ്ടുപോയി യാത്ര ചെയ്യിക്കാനും റിസീവ് ചെയ്യാനും ഞങ്ങൾ പോകുന്നതാണ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടും എല്ലാവരും തിരക്കായതുകൊണ്ടുമാണ് ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ ജോസഫും റേച്ചലും നാട്ടിലുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സർപ്രൈസായിട്ട് ജോമോൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ അവനെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം പറഞ്ഞതുപോലെ തന്നെ വരുന്നത് ജോമോൻ്റെ വൈഫും കൊച്ചുമാണ്. അവൻ ആദ്യമായിട്ടാണ് ഖത്തറിലേക്ക് വരുന്നത്. അപ്പം അവനെ റിസീവ് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. വ്യാഴാഴ്ച തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് അമ്മൂനോട് വണ്ടിയിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ പത്തേക്ക് ജോമോൻ്റെ അടുത്തേക്ക് പോന്നു. ജോമോ നമ്മളെ കാണുമില്ലെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. അവൻ കണ്ടു. സർപ്രൈസ് തരാമെന്നാ. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജോമോ നിൽക്കുന്നത്. അങ്ങനെ ജോമോ നോക്കി നിൽക്കുമ്പോൾ അതാ അകത്തുനിന്ന് നിമിഷയും കൊച്ചും വരുന്നുണ്ട്. ജോമോ പതുക്കെ അവരുടെ അടുത്തേക്ക് ഒരു ചെറിയ പുഞ്ചിരി ഓടി പോവുകയാണ്. അവരോടി ചെന്ന് കെട്ടിപ്പിടിച്ച് ജോമോൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ക്ലോസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം പോലീസുകാരൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ പതുക്കെ പുറത്തേക്ക് വിളിച്ചു. ഇതൊക്കെയാണ് ഒരു പ്രവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മനോഹരമായ നിമിഷങ്ങൾ. ഇത്ര കാലമായിട്ട് വാവേനെ പിരിഞ്ഞു നിൽക്കുന്ന ജോമനും വന്നവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുടുചുംബനം കൊടുത്ത് അവനെ ചങ്കോട് ചേർത്ത് പിടിക്കുമ്പോൾ അവന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത് കണ്ടു നിൽക്കുന്ന നമുക്കും അറിയാം അവൻ എത്രത്തോളം ഹാപ്പിയാണ് അതിനകത്തുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മളെപ്പോലെ പ്രവാസികൾക്ക് ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന നല്ല നിമിഷങ്ങൾ, കൂട്ടി വെക്കാൻ പറ്റുന്ന കുറച്ച് സ്വപ്നങ്ങൾ. എയർപോർട്ടിനുള്ളിൽ പതുക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ജോമോന് അപ്പോൾ വണ്ടി ഇട്ടിരുന്ന പാർക്കിങ്ങിലായതുകൊണ്ട് തന്നെ നിമിഷത്തെ കൂട്ടി അവർ രണ്ടുപേരും കൂടെ നടന്നു. ഞാൻ അവരുടെ ലഗേജ് നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അമ്മ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലഗേജും കയറ്റി പതുക്കെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയതും ഇതാ പിള്ളേർ അവരുടെ കളി തുടങ്ങി. വീട്ടിൽ വന്ന ഈസും ജഹാനും നല്ല കമ്പനിയായി. അവർ കളി തുടങ്ങി.
ഇസുവിനാണെന്നുണ്ടെങ്കിൽ ഒരു ടെഡി കിട്ടിയതുപോലെയാണോ അതോ കൂട്ടുകാരന് കിട്ടിയതുപോലെയാണോ എന്നറിയില്ല. നല്ല കളിയായിരുന്നു, നല്ല സന്തോഷമാണ്. അവനാണെങ്കിലും ഇസുവിൻ്റെ പുറകെ ഓടി നടക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവരുടെ കളികളൊക്കെ കുറച്ച് നേരം കണ്ടു തന്നു. പിന്നെ ജോമോനും നിമിഷയും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ പിരിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ്. ബാക്കി ഇവരുടെ കളികൾ നിങ്ങൾ കുറച്ച് നേരം കാണും.